ഇപ്രാവശ്യം നബിയുമായി ബന്ധപ്പെട്ട് സാക്ഷാൽ പേരോട് സഖാഫി നടത്തിയ ഒരു പ്രഖ്യാപനം നമുക്ക് കേട്ടുകൊണ്ട് ആരംഭിക്കാം. യുവതികളായ സ്ത്രീകൾ റോട്ടുമ്മലിറങ്ങിയിട്ട് നബിദിന റാലി നടത്തുകയാണ്. മുമ്പൊരിക്കലും നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. എവിടുന്നാണ് ഇതെല്ലാം കടന്നു വരുന്നത് എന്നറിയില്ല. വാസ്തവത്തിൽ പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തെ ഇവിടെ പ്രതിരോധത്തിലാക്കാനും സുന്നത്തി ജമാഅത്തിനെ നശിപ്പിക്കാനും വേണ്ടി വിദഅത്തുകാരായ പുത്തൻവാദികളുടെ പ്രചോദനത്തോടെയും വ്യാജ തരീഖത്തുകാരുടെ പ്രചോദനത്തോടെയും ചിലപ്പോൾ അറിവില്ലാത്ത ചില മുസ്ലിയാർമാരുടെ പേരിലുള്ളവരാണ് ഇത്തരം പരിപാടി സംഘടിപ്പിച്ച് ഈ ഉമ്മത്തിനെ വഷളാക്കുന്നത്, സുന്നത്തി ജമാഅത്തിനെ ചോദ്യം ചെയ്യാൻ അവസരമുണ്ടാക്കുന്നത്. അവരുടെ വഞ്ചനയിൽ ഒരു മഹല്ല് കമ്മിറ്റിയും ഒരു മദ്രസ കമ്മിറ്റിയും പെട്ടുപോകരുതെന്നും നിങ്ങളുടെ മുൻഗാമികൾ നിങ്ങൾക്ക് കാണിച്ചു തന്നതുപോലെ നല്ല മൗലിദോതി, ബുറുദ ചൊല്ലി, മദ്ഹ് ചൊല്ലി, ഭക്ഷണം കൊടുത്ത്, ഖുർആനോദി, ദുആ ചെയ്ത് റാലി നടക്കുകയാണെങ്കിൽ അത് പുരുഷന്മാര് മാത്രം റാലിയാക്കി അങ്ങനെ അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്കല്ലാതെ ഒരു ദപ്പ് കയ്യിൽ കിട്ടിയാൽ പിന്നെ എന്ത് തോന്നിവാസവും ചെയ്യാമെന്നതും നബിതങ്ങളെ മതമാണെന്ന് പറഞ്ഞ് ഏതാണിനും പെണ്ണിനും ഒരുമിച്ച് കൂടാമെന്നതും ആരും തന്നെ അനുവദിച്ചതാണെന്ന് ചിന്തിക്കരുത്. സമസ്ത കേരള ജമിയത്തുകളുടെ പ്രസിഡന്റ്, സെക്രട്ടറി തുടങ്ങിയ ആലിമീങ്ങളെ സ്റ്റേജിലിരുത്തിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. പണ്ഡിതന്മാർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അവർ ചോദ്യം ചെയ്യപ്പെടുമെന്നതുകൊണ്ട് തന്നെ ഈ കാര്യം തുറന്നു പറയുകയാണ്. നാം നമ്മുടെ മുൻഗാമികളായ ആളുകൾ കാണിച്ചു തന്നതുപോലെ വളരെ ഭംഗിയായി മൗലിദ് പരിപാടികൾ നടത്തും. മൂപ്പര് പറയാ പണ്ഡിതന്മാർ ധർമ്മം നിർവഹിക്കണം, ഉണ്ടാക്കാൻ പറ്റൂലാന്ന്. അവിടെ ഏതെങ്കിലും ഉസ്താദുമാർ ഏതെങ്കിലും മുസ്ലിയാക്കന്മാർ ചെയ്തു പോയെങ്കിൽ ആ ചതിയിൽ പെട്ടുപോകണ്ടെന്നാണ് മൂപ്പര് പറഞ്ഞത്. എന്നാൽ ഏതെങ്കിലും മുസ്ലിയാരല്ല, പേരോട് മുസ്ലിയാരെക്കാൾ ഏറെ നിറസയുള്ള ആ കൂട്ടായ്മയിലെ തന്നെ വലിയ വലിയ മുസ്ലിയാക്കന്മാർ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ മലപ്പുറം ടൗണിൽ മണിക്കൂറുകൾ നീണ്ടു നിന്ന ബ്ലോക്ക് ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ ഈ പ്രകടനം ഉണ്ടായത്. നേരത്തെ പേരോട് മുസ്ലിയാർ പറഞ്ഞ അതിന്റെ നേതൃത്വമാണ് മൂപ്പര് പറഞ്ഞത്. പുത്തമ്പാതി ഉണ്ടാക്കിയത, കള്ളത്തൊലിക്കത്തലുണ്ടാക്കിയത, ഏതെങ്കിലൊക്കെ മുസ്ലിയാക്കന്മാരങ്ങ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ ചതി പെട്ടുപോകണ്ടെന്ന് പറഞ്ഞല്ലോ. എന്നാൽ സാക്ഷാൽ ഖലീൽ ബുഖാരി നേതൃത്വത്തിന് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നിന്ന് ഔദ്യോഗികമായി അവർ പ്ലാൻ ചെയ്ത് തയ്യാറാക്കി അവർ നടത്തിയ പ്രകടനത്തിന്റെ കാഴ്ചയാണത്. ഇങ്ങനെ എത്ര പ്രകടനങ്ങൾ എന്നു മാത്രമല്ല, ഇവിടുത്തെ മുഖാമുഖത്തിലാണ് അലവി സഖാഫിയാണ് ഈ പ്രകടനത്തിന്റെ പരസ്യം പറഞ്ഞത്. പിന്നെ 11 അൽഹംദുലില്ലാഹ് മലപ്പുറം പട്ടണത്തെ പൂളകമണിയിച്ചുകൊണ്ട് നമ്മുടെ മഅദിനു സഖാഫത്തിൽ ഇസ്ലാമിയയുടെ കീഴിൽ ആദരണീയരായ ഈ പ്രസ്ഥാനത്തിന്റെ നായകൻ സയ്യിദ് ബദറു സാദാത്ത് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിൽ ഈ മലപ്പുറം പട്ടണത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ആ വളരെ വർണ്ണശബളമായ വിധത്തിൽ കേരള മുസ്ലിം ജമാഅത്തിന്റെയും SYSന്റെയും SSFന്റെയും പ്രവർത്തകന്മാർ അണിനിരന്ന ഗംഭീരമായ ഘോഷയാത്ര നടക്കാൻ പോവാണ്. അപ്പൊ കണ്ടോ എന്താ പറഞ്ഞത്? ഔദ്യോഗികമായിട്ടാണ് SSFനെയും SYSിലേക്ക് ഔദ്യോഗികമായിട്ടാ അതിന്റെ ഭാരവാഹിയായ പേരോട് മുസ്ലിം പറഞ്ഞത് ഇതൊക്കെ പുത്തൻവാദി ആളാണ്. അപ്പൊ ആരാ പുത്തൻവാദി? അതാ ഞങ്ങൾ ഇതൊക്കെ പുത്തൻവാദം തന്നെയാണ്. ഇത് സ്വഹാബത്തിന്റെ മാതൃകയല്ല, ഇത് താബിഈങ്ങളുടെ മാതൃകയല്ല, തമിഴ് താബികളുടെ മാതൃകയല്ല. ഇതിന് കൈവിട്ട് പോയിട്ട് ഇപ്പൊ പറയാ അത് ഏതെങ്കിലും കള്ളത്തൊലിക്കത്തുകാരാണ്. അപ്പൊ SSF കള്ളത്തൊലിക്കത്ത, SYS കള്ളത്തൊലിക്കത്ത, മുസ്ലിം ജമാഅത്ത് കള്ളത്തൊലിക്കത്ത, ആ മുസ്ലിം ജമാഅത്ത് നേതൃത്വം നൽകുന്ന ഇബ്രാഹിം ഖലീൽ ബുഖാരി കള്ളത്തൊലിക്കത്തിനാളാണോ അതോ പുത്തൻവാദിയാണോ? ഏതാ പറയണം?